മക്കളെ, വെൽക്കം ടു വെഹിക്കിൾ ലേണിംഗ്. അപ്പോൾ നമ്മുടെ ഓൺ എക്സാമിന്റെ തിരക്കിലാണ്. യെസ്, ഈ ചൊവ്വാഴ്ച നമ്മുടെ കെമിസ്ട്രി എക്സാം വരികയാണ്. അപ്പോൾ ഈ വർഷത്തെ കെമിസ്ട്രി എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് വന്നിരിക്കും. ദാറ്റ് ഈസ് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ. ഓക്കെ, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണത എന്താണെന്നുള്ളത് നമ്മൾ ആകെ ഒരാളെ കുറിച്ച് മാത്രമേ പഠിക്കുന്നു. ആരാണ്? അറ്റോമിക് സൈസിനെ കുറിച്ച്, അല്ലെ, ആറ്റത്തിന്റെ വലുപ്പത്തെ കുറിച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും മക്കളെ. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കണം ഈ ഒരു ടോപ്പിക്ക്. മിസ് ഇപ്പോൾ ടോപ്പിക്ക് മാത്രം ഒന്ന് പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, മാരത്തോണിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? യെസ്. അപ്പൊ ആറ്റത്തിന്റെ വലുപ്പം അല്ലെങ്കിൽ ആറ്റത്തിന്റെ സൈസ് എങ്ങനെയാണ് വാരി ചെയ്യുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്നാണ് ഈ ഒരു ടോപ്പിക്ക് പറയുന്നത്. ഓക്കെ ആണോ മക്കളെ? ആറ്റത്തിന്റെ സൈസ് എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആറ്റത്തിന്റെ വലുപ്പം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ആറ്റത്തിന്റെ സെന്ററിൽ ആരുണ്ടടാ? ന്യൂക്ലിയസ് ഉണ്ട്, അല്ലെ? ഈ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും, കേന്ദ്രത്തിൽ നിന്നും ആൻഡ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ആ ഒരു ദൂരത്തെയാണ് നമ്മൾ ഇത്രയും ദൂരം, ആ ഒരു ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ അറ്റോമിക് റേഡിയസ് ആണ് നമ്മൾ ആറ്റത്തിന്റെ സൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണോ? യെസ്. അപ്പൊ ആറ്റത്തിന്റെ സൈസ് നമുക്കറിയാം, പീരീഡിലായാലും ഗ്രൂപ്പിലായാലും, അല്ലെ, പീരിയോഡിക് ടേബിളിൽ പീരീഡിലായാലും ആൻഡ് ഗ്രൂപ്പിലായാലും ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്, മിസ് ഇതവിടെ ഒരു ഡെഫിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, മക്കളെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, യെസ്. ആറ്റത്തിന്റെ സൈസിനെ സ്വാധീനിക്കുന്ന രണ്ടേ ആളുകളാണ് മക്കളെ, ന്യൂക്ലിയർ ചാർജും ആൻഡ് നമ്പർ ഓഫ് ഷെൽസും. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അടങ്ങിയിരിക്കുന്നത്. ആറ്റത്തിന്റെ സൈസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏവ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺ ദി സൈസ് ഓഫ് ദി ആറ്റം. ചിലപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് വരിക. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആറ്റത്തിന്റെ സൈസിനെ സ്വാധീനിക്കുന്നത്? യെസ്, ന്യൂക്ലിയർ ചാർജ് ആൻഡ് നമ്പർ ഓഫ് ഷെൽസ്, അല്ലെ, ഷെല്ലുകളുടെ എണ്ണവും. ന്യൂക്ലിയർ ചാർജും അതേപോലെ ഷെല്ലുകളുടെ എണ്ണവും. എന്താണ് ന്യൂക്ലിയർ ചാർജ് എന്ന് അറിയാമോ? മിസ് പറഞ്ഞു തരണോ? ന്യൂക്ലിയർ ചാർജ് എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ. അതായത് നമുക്കറിയാം ആറ്റത്തിന്റെ സെന്ററിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസ് അതിന് ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ് ആൻഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാ. ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയസ് അതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസിനെ യെസ് കെട്ടിപ്പിടിച്ചെങ്ങനെ ഇരിക്കും, നന്നായിട്ട് അട്രാക്ട് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഫാക്ടർ. ആൻഡ് രണ്ടാമത്തെ ഫാക്ടറാണ് നമ്പർ ഓഫ് ഷെൽസ്. ഇവിടെ നോക്കിക്കേ, KLMN ഷെല്ലുകൾ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? നോക്കിക്കേ, K ഷെല്ലിരിക്കുന്ന അതേ വലുപ്പത്തിലാണ് നമ്മുടെ L ഷെല്ലിരിക്കുന്നത്? അല്ല, ഷെല്ലുകളുടെ എണ്ണം ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതോറും ആറ്റത്തിന്റെ വലുപ്പം എന്താകുന്നു മക്കളെ? ഇൻക്രീസ് ചെയ്യാണ്, അല്ലെ? ആറ്റത്തിന്റെ വലുപ്പം ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ രണ്ട് പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഷെല്ലുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഷെൽസ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആറ്റത്തിന്റെ വലുപ്പം ഡിക്രീസ് ചെയ്യുന്നു ആൻഡ് ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ ആണോ അത്? യെസ്. അപ്പൊ നമുക്ക് പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ആറ്റത്തിന്റെ വലിപ്പം വാരി ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഇതാ കുത്തനെയുള്ള നിരകളെ കോളങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യെസ് ഗ്രൂപ്പ്സ്, അല്ലെ? യെസ്. അതേപോലെ വിലങ്ങനെയുള്ള നിരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് വരുന്തോറും ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്തോറും ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും ഒബ്വിയസ്ലി എന്ത് കൂടുന്നുണ്ട്? ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, അല്ലെ? നമുക്കറിയാം ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ എന്ത് കുറയണം? ആറ്റത്തിന്റെ സൈസ് കുറയണം. പക്ഷേ ഇവിടെ ഈ ന്യൂക്ലിയർ ചാർജിനെ മറികടക്കുന്ന രീതിയിൽ ഷെല്ലുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഷെല്ലുകളുടെ എണ്ണം കൂടിയാൽ ആറ്റത്തിന്റെ വലിപ്പം കൂടിയില്ലടാ. യെസ്, അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നത്. ഒറ്റ കാരണം നിങ്ങൾ പറയാൻ പാടുള്ളൂ, ന്യൂക്ലിയർ ചാർജിനെ മറികടക്കുന്ന രീതിയിൽ ഇവിടെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്തോറും ആറ്റത്തിന്റെ സൈസ്, വലിപ്പം കൂടുന്നു. അത്രയും പറഞ്ഞു നിർത്തിയാൽ നമ്മുടെ ഗ്രൂപ്പ് തീർന്നു. ഗ്രൂപ്പിന്റെ കാര്യം അവിടെ കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് പീരീഡിന്റെ കേസ് നോക്കാമേ. പീരീഡ് എന്ന് വെച്ചാൽ യെസ് വിലങ്ങിനെയുള്ള നിരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ്. ഓക്കെ അല്ലേ? യെസ്. പീരീഡിലൂടെ പോവാണെങ്കിൽ അല്ലേ മക്കളെ, അതായത് പീരീഡിലൂടെ ലെഫ്റ്റ് ടു റൈറ്റ്, ഓക്കെ, ഇടതുനിന്ന് വലത്തോട്ടേക്ക് പോകും തോറും ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യാണ്? യെസ്, ചെറുതായി വരല്ലേ, കുഞ്ഞായിട്ട് വരികയാണ്. ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? ചെറുതായി വരുന്നു. കാരണം എന്ന് വെച്ചാൽ പീരീഡിലൂടെ, അതായത് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകും തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റമൊന്നുമില്ല.
ഓക്കെ, ഷെല്ലുകൾ വലിയ രീതിയിലൊന്നും എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. അപ്പൊ ഷെല്ലുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റമില്ല, പക്ഷെ അവിടെ എന്ത് കൂടുന്നുണ്ട്, ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അതായത് ന്യൂക്ലിയസ് അതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസ് നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും, യെസ്, അതിന്റെ അടുത്തേക്ക് വലിക്കും. അതുകൊണ്ട് തന്നെ എലോങ് ദി പീരിയഡ് ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നടാ, യെസ്, ചെറുതായി പോകുന്നു. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്നോറും ആറ്റത്തിന്റെ സൈസിൽ വലിപ്പത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? നേരെ നമുക്ക് പീരീഡിലും ചോദിക്കാം. പീരീഡിൽ ഇടതു നിന്ന് വലത്തോട്ടേക്ക് വരുന്നോറും, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് വരുന്നോറും ആറ്റത്തിന്റെ വലിപ്പത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഓക്കെ, ഈ രണ്ട് ചോദ്യങ്ങൾ, അപ്പൊ നിങ്ങൾ അതിന് കറക്റ്റായ ഉത്തരം എഴുതാം. ആൻഡ് അതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മിസ് ഇപ്പൊ പറഞ്ഞതുപോലെ ഗ്രൂപ്പിലാണെങ്കിൽ ത്രൂ ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്, ഇറ്റ്സ് എഫക്റ്റ് ഈസ് ഓവർകം ബൈ ഇൻക്രീസിംഗ് ദി നമ്പർ ഓഫ് ഷെൽസ് ആൻഡ് ഹെൻസ് സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്. ഓക്കെ, മലയാളം പഠിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഗ്രൂപ്പിൽ മുകളിൽ താഴോട്ടേക്ക് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സ്വാധീനത്തെ മറികടക്കുന്ന വിധത്തിൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനാൽ ആറ്റത്തിന് വലിപ്പം കൂടി വരുന്നു. ഓക്കെ, ഗ്രൂപ്പിൽ. ഇനി പീരീഡിന്റെ കേസ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിന് എഴുതി വെക്കേണ്ടത്. മൂവിങ് എലോങ് എ പീരിയഡ് ലെഫ്റ്റ് ടു റൈറ്റ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഷെൽസ്. ഷെല്ലുകളുടെ എണ്ണത്തിൽ എന്ത് ചെയ്യുന്നില്ല, വലിയ മാറ്റങ്ങളും ഇല്ല. ബട്ട് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഗ്രാജുവലി. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ഓൺ ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ് ഹാസ് ദ സൈസ് ഓഫ് ദി ആറ്റം ഗ്രാജുവലി ഡിക്രീസസ്. ഓക്കെ, ദ പീരീഡിൽ ഇടതുനിന്ന് വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുന്നു. ബാഹ്യതമായി ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിന്റെ ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിന്റെ വലുപ്പം ക്രമേണ കുറയുന്നു. അപ്പൊ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ മിസ് ദ ഒറ്റൊരു സെന്റൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്, ദ സൈസ് ഓഫ് ആൻ ആറ്റം ഡിക്രീസസ് അലോങ് ദി മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദി പീരിയഡ്. ഓക്കെ, യെസ്, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടി വരുന്നു. ഒരു പീരീഡിൽ ഇടതുനിന്ന് വലത്തോട്ടേക്ക് പോകുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കുറയുന്നു. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ എന്താ ചെയ്യുന്നത്, ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു. ആൻഡ് പീരീഡിൽ എന്താ ചെയ്യുന്നത്, ആറ്റത്തിന്റെ വലുപ്പം കുറയുന്നു. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അതിന് കാരണങ്ങൾ ഓർത്ത് വെക്കാമല്ലോ അല്ലേ? പീരീഡിലാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യാണ്, യെസ്, ഇൻക്രീസ് ചെയ്യാണ്. ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു, യെസ്, ഷെല്ലുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇനി ഗ്രൂപ്പിലാണെങ്കിൽ ഷെല്ലുകളുടെ എണ്ണം യെസ് കൂടി വരികയാണ്. ഈ ഷെല്ലുകളുടെ എണ്ണം ആണ് ന്യൂക്ലിയർ ചാർജിന്, അല്ലെ ന്യൂക്ലിയർ ചാർജും കൂടി വരുന്നുണ്ട്. പക്ഷെ ആ ന്യൂക്ലിയർ ചാർജിന് മറികടക്കുന്ന രീതിയിലാണ് അവിടെ ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നത്, കൂടി വരുന്നത്. അത്രയും കാര്യങ്ങൾ കാരണസഹിതം എൻ്റെ മക്കൾ പഠിച്ചു പോവാ. ഇനി നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി എന്തൊക്കെ ടോപ്പിക്സ് നമ്മുടെ കെമിസ്ട്രിയിൽ ആവശ്യമുണ്ടോ, എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. മിസ് ഓരോന്നായിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് വേണ്ട എല്ലാ ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ഡൗട്ട്സുകളൊക്കെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മിസ് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. കെമിസ്ട്രി രണ്ട് ചാപ്റ്റേഴ്സ് ആൻഡ് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗങ്ങളിലൂടെയാണുള്ളത്. അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ മാരത്തോണിൽ 9-ാം തീയതി രാത്രി വരുന്ന മാരത്തോണിൽ ഞാനും ശ്രീലക്ഷ്മി മിസ്സും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി മാക്സിമം ക്വസ്റ്റ്യൻസ്, നമുക്ക് ഏറ്റവും ഷുവർ ആയിട്ടുള്ള വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പം എൻ്റെ മക്കൾ എന്തായാലും ലൈവിൽ വരിക. ഓക്കെ, അപ്പോൾ മറക്കണ്ട. ഇനി വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. യെസ്. അപ്പോൾ ബൈ.